UDF അധികാരത്തിൽ വരുമെന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും, അത് കമ്മ്യൂണിസ്റ്റുകളായ ആളുകളടക്കം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ചില ആളുകൾ പറയുന്നു ഭരണവിരുദ്ധ വികാരമില്ല, എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരമുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം എന്നതിനപ്പുറം പിണറായി വിരുദ്ധ വികാരം അത് ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചിലപ്പോൾ തെറ്റായിരിക്കാം, തിരുത്തുക. എന്നാൽ മറ്റൊരു ഓപ്ഷൻ എന്താണ്, മറ്റൊരു ബദൽ എന്താണ്? BJPക്ക് കിയാമന്നാൾ വരെ ഇവിടെ ഭരണം കിട്ടൂല എന്നുള്ളത്, അത് പ്രബുദ്ധ കേരളം ഒത്തൊരുമിച്ച് നിന്നാൽ കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഉള്ളത് UDF ആണ്. ലീഗ്, കോൺഗ്രസ്, പിന്നെ കുറേ സകല ഗുലാബിയൊക്കെ പാടെ കൂടിയിട്ടുള്ള പ്രതീക്ഷയാണ്, ഇതുവരെയും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഈ അവസാന സമയത്ത് കലമുടയ്ക്കുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു പ്രവണത സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചതാണ്. ലീഗിലെ മുതിർന്ന നേതാവായ PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള കുഞ്ഞിരാമൻ ചാട്ടം അത് പല ആളുകളും വീക്ഷിച്ചു, പല ആളുകളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് വോട്ടിങ്ങിലൂടെയായിരുന്നു. ഇനി കോൺഗ്രസ്സിലെ തന്നെ ചില MP-മാർ നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷങ്ങളും കോടികളും മുടക്കിക്കൊണ്ട് അവർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും പാർലമെൻറ്റ് അംഗമായി അവിടെ നിൽക്കേണ്ട ആളുകൾ, അതിൽ ഈ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അതുപോലെ പല ആളുകളും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിക്കുപ്പായോ മന്ത്രിവള്ളി ട്രൗസറും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ജനം അവർക്ക് 8ൻ്റെ പണി കൊടുത്തു. ഇന്നലെ കേരളത്തിൽ വടകര മണ്ഡലത്തിൽ കണ്ടത് അതുപോലെ നാണം കെട്ട ഒരു കളിയായിരുന്നു. ഒരു രാഷ്ട്രീയ യോഗത്തിൽ അവിടെ ഷാഫി പറമ്പിൽ, നമ്മളെ പാലക്കാട് ജില്ലക്കാരൻ, പട്ടാമ്പിക്കാരൻ, പാലക്കാടുത്തെ പഴയ MLA, അദ്ദേഹം ഈ ഷോ ഓഫ് ആയിക്കൊണ്ട് പലതരത്തിൽ നടക്കുന്നുണ്ട്. റീലുകളും ഷോട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട്. അതാണ് പെട്ടെന്ന് ഷോഫിന്ന് വന്നുപോയത്. അദ്ദേഹം ഇന്നലെ ഒരു ഷോ ഓഫ് നടത്തിയിട്ടുണ്ട്. അതൊരു പട്ടി ഷോ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളതാണ്. ആ പ്രോഗ്രാം നടക്കുന്ന വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കയറി വന്നപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംസാരിക്കുവാൻ ക്ഷണിച്ചു. എന്നാൽ VD സതീശന് മുമ്പ് പ്രോട്ടോക്കോളാണോ ഇനി എന്ത് തേങ്ങാക്കൊലയാണെന്നറിയില്ല, ഷോഫിയാണ് അവിടെ, പിന്നെ ആ ഷോ ഓഫ് തന്നെ വരുള്ളൂ. ഷാഫി പറമ്പിലാണ് അവിടെ സംസാരിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു. ഷാഫി പറമ്പിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് അത് ഓർപ്പിച്ചാൽ പോരെ, അവിടെ ഒന്നും തള്ളും തിക്കും തിരക്കൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് പിന്നെ അദ്ദേഹം ന്യായീകരണമൊക്കെ നടത്തുന്നുണ്ട്. അത് പിന്നെ നമുക്ക് കാണാം. ആദ്യം ആ ഉന്തും തള്ളൂന്ന് കാണാം. ഉന്തും തള്ളുന്ന് പറഞ്ഞാൽ എമ്മാരി ഉന്തും തള്ളിച്ചിട്ടാ ആന്ന് കണ്ടോക്കി. അതാ കുരുപൊട്ടുന്നു, പൊട്ടി. ഷാഫി ഷോ ഓഫാക്കി പൊട്ടി കളിക്കുന്നു. അതാ ആ സാധുവിനെ തള്ളുകയാണ്. എന്താണ് ഇയാളുടെയൊക്കെ പ്രായത്തെ ബഹുമാനിക്കണ്ടേ ഷോഫി? അതാ ബാക്കിൽ തല്ല്. ഒരു മിനിറ്റ് നിർത്തി പറയാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ അടുത്ത നിയമസഭയിൽ ജനങ്ങൾ കനിഞ്ഞു കുത്തിയാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രി ആവേണ്ട ആളാണ്. അയാൾ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നു, അപ്പുറത്ത് ഷാഫി ഷോ കാണിക്കുന്നു. കണ്ടോക്കി. അതാ ഒന്നുകൂടി ഇടപെടുന്നുണ്ട്. വേദിയിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് ഷാഫി അടങ്ങട, ഷാഫിയെ അടങ്ങ്, ഷാഫിയെ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഷാഫി ഒരു MP അല്ലേ ചെങ്ങയ്യജ് അല്ലേ? അയ്യേ, പാലക്കാട്ടുകാരതൊക്കെ പറയിപ്പിക്കാനായിട്ടൊരു സാമാനം. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന്
ഒരു മിനിറ്റ് ആ ഏട്ടൻ പിന്നെയും വന്നിട്ട് എന്തോ പറയാൻ നിൽക്കുന്നുണ്ട്. കുറ്റ്യാടി എണ്ണുമ്പോൾ ഈ കോലത്തിലാണെങ്കിൽ കുറ്റ്യാടിയും പോകും, മണ്ണാർക്കാടും കൂടിയും പോകേണ്ട അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നല്ലേ കുറ്റ്യാടി എന്തോ കാക്ക പറയുന്നുണ്ട്, അല്ല ഏട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ന്യായീകരണം വേറെ എക്സ്ട്രീം ലെവലിൽ ന്യായീകരണമൊക്കെ വരുന്നുണ്ട്. ഈ ജാഥയെ പുതുകയാത്രയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹം നെഞ്ചിലേറ്റി മനസ്സിലേക്ക് സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. മതി അഭിവാദ്യമൊക്കെ മതി. ഇനി നമുക്ക് ആദ്യം ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഷാഫി എന്ന് പറയുന്ന ആള് ന്യായീകരിക്കുന്നതും കേൾക്കാം. ഇത് മാതൃഭൂമിയുടെ ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. VD സതീശന് മുമ്പ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ല. UDF പുതുയുഗ യാത്രാവേദിയിൽ DCC സെക്രട്ടറിയോട് തർക്കിച്ച് ഷോഫി പറമ്പിൽ, അല്ല അവിടെ ഷാഫി പറമ്പിൽ നിന്നാണ്, സത്യത്തിൽ ഷോഫി പറമ്പിലാണ് ആ സംഭവം. ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇനി അടുത്ത 5 വർഷം കൂടി ഭരണമല്ലെങ്കിൽ കഴിഞ്ഞു നിങ്ങളുടെ കഥ. അപ്പോൾ ആ കഥ കഴിയാതെ അല്ലേ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഈ കോലത്തിലുള്ള പോക്കാണെന്നുണ്ടെങ്കിൽ LDF മൂന്നാമതും വന്നാൽ അതിശയപ്പെടേണ്ടതില്ല. ഇവരുടെ ഐക്യവും ഇവരുടെ ആ ഒരു കാര്യമൊക്കെ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഷാഫി പറമ്പിൽ ആ ഒരു വിഷയത്തിൽ ഒന്നുകൂടി പറയുന്നൊരു ഭാഗമുണ്ട്, അതൊന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. ഇതാ കണ്ടു നോക്കൂ സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. നിക്ക് തിക്കിനെ കുറിച്ചും തള്ളിനെ കുറിച്ചൊന്നല്ല, താങ്കളുടെ വിവരമില്ലായ്മയെക്കുറിച്ചാണ്. ഒരു വേദിയിലാണത്. അവിടെ ഒന്ന് DCC പ്രസിഡൻ്റാണ്. താങ്കൾ ഈ പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് പോയിട്ട് അവിടെ ആ ആളുകൾ നിങ്ങളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചില്ലേ, ആ DCC, അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു എങ്കിൽ അത് ഈ അണികളുടെയും ഈ മാധ്യമ സുഹൃത്തുക്കളുടെയും മുമ്പിൽ വെച്ചല്ല തീർക്കേണ്ടിയിരുന്നത്. അത് നിങ്ങളുടെ സ്വകാര്യ വേദിയിൽ യോഗത്തിൽ അത് തീർക്കണമായിരുന്നോ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പക്ഷേ ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം താങ്കൾക്ക് മുമ്പ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കുറ്റ്യാടിയോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് മാത്രമല്ല, ഷോഫി കാണുന്ന ആളുകൾ മാത്രമല്ലല്ലോ, കേരളം മൊത്തം കാണുകയല്ലേ. നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ് ഷോഫി. പറയൂ. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ശരി, അവിടെ ആളുകൾ വന്നിട്ട് കുറച്ച് തിരക്കുണ്ടാക്കിക്കണോ? കുറച്ച് ആളുകൾ വന്നിട്ട് ചെറിയ വേദിയാണല്ലോ, അവിടെ തിരക്കായിക്കണോ, അത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതിന് താങ്കളുടെ ഷോ ഓഫ് അല്ലേ? നേരത്തെ ഞാനൊരു ഷോ പറഞ്ഞു, അതൊരിക്കൽ പറയാനേ ഉള്ളൂ, കൂടുതൽ പറഞ്ഞ് നാറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് ആകും എന്നുള്ള ആ ധൈര്യത്തിലൊക്കെയാണ് ഈ DCC പ്രസിഡന്റിനെയൊക്കെ തള്ളുന്നതും ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ എടുത്തിട്ട് ആളുകൾ പുറത്തേക്ക് വിട്ടോ, അടങ്ങി ഒതുങ്ങി നിന്നോ, അതാണ് നല്ലത്.